ഹായ് മക്കളെ, ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല എന്ന സീരീസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. SSLC കെമിസ്ട്രിയിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. ഇവിടെ മോൾട്ടൺ NaCl അഥവാ ഉരുകിയ NaClൻ്റെയും NaCl സൊല്യൂഷൻ അഥവാ NaClൻ്റെ ലായനിയിലും വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടന്നാൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പലർക്കും കൺഫ്യൂഷൻ എന്നുള്ള കാര്യം പറയുകയുണ്ടായി. ഇതിൽ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ആനോഡിലെ റിയാക്ഷൻ എന്താണ്, കാഥോഡിലെ റിയാക്ഷൻ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, വളരെ കൺഫ്യൂസിംഗ് ആണ്. കാണാതെ പഠിച്ചാൽ പോലും ഓർത്ത് വെക്കാൻ സാധിക്കുന്നില്ല. എക്സാം ഹാളിലെല്ലാം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. ഈസിയാക്കി തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകളാണ് കഴിഞ്ഞ വീഡിയോന് താഴത്തെല്ലാം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഈ ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ക്ലാസ് കാണുന്നതോടുകൂടെ ഈ ടോപ്പിക്കിന് ഒരിക്കലും മറക്കില്ല. മാത്രമല്ല, ഇത് നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ നിങ്ങളെ ഞാൻ തയ്യാറാക്കി തരും. കാരണം ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല. മക്കളെ, നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി കൺവേർഷൻ അഥവാ ഊർജ്ജ മാറ്റം എങ്ങനെയാണെന്നുള്ളത് കൂടെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുക, ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റുകയാണ്, കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. വൈദ്യുതോർജ്ജത്തെ രാസതോർജ്ജമാക്കി മാറ്റുന്ന ഒരു സെല്ലാണ് എന്ത്, ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടാൻ കഴിവുള്ള ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ളതിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുക. അതിലോട്ട് 2 ഇലക്ട്രോഡുകളെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് മക്കളെ, ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് കൊടുക്കും. ഓക്കെ, ബാറ്ററി ഉപയോഗിച്ച് കറണ്ട് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്ത റോഡ് കംപ്ലീറ്റ് ആയിട്ടും എന്തായിരിക്കും, പോസിറ്റീവ് 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 പോസിറ്റീവ്. ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ടും പോസിറ്റീവ്. ഈ ഇലക്ട്രോഡ് മുഴുവനായിട്ട് എന്ത് ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ബാറ്ററിയുടെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ടും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ മുഴുവനായിട്ടും ഈ റോഡ് മുഴുവനായിട്ടും ഈ ഇലക്ട്രോഡ് മുഴുവനായിട്ടും എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കാണാതെ പഠിച്ച് വെക്കരുത്. ഇപ്പോൾ ആനോഡ് കാഥോഡ് ഏതാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആനോഡ് നെഗറ്റീവ് ആനോഡ് നെഗറ്റീവ് ആനോഡ് പഠിച്ച് വെക്കാം. അല്ലെങ്കിൽ നെഗറ്റീവ് കാഥോഡ് നെഗറ്റീവ് കാഥോഡ് നെഗറ്റീവ് കാഥോഡ് എന്ന് പഠിച്ച് വെക്കുകയാണെങ്കിൽ അത് തെറ്റിപ്പോകും. കാരണം 2 സെല്ലുകളുണ്ട്, ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. അതിൽ ആനോഡും കാഥോഡും പോസിറ്റീവ് നെഗറ്റീവ് മാറുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് വെച്ചുകൊണ്ട് നിങ്ങൾ ആനോഡും കാഥോഡും പഠിച്ച് വെക്കരുത്, കിട്ടൂല, തെറ്റാണ്. അതെന്താണ് ആനോഡും കാഥോഡും അറിയാമോ? ഏതിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതാണ് ആനോഡ്. ഓക്സീകരണം നടക്കുന്നത് ഏത് റോഡിലാണോ അതിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. റിഡക്ഷൻ നടക്കുന്നത് അഥവാ നിരോക്സീകരണം നടക്കുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ, അല്ലേ, ഓക്സീകരണം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ഇതിൽ ഏത് റോഡിലാണോ നടക്കുന്നത് അതിനെയാണ് ആനോഡ് എന്ന് പറയുക. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണ് റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുന്ന റോഡാണ് കാഥോഡ്. ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് റിഡക്ഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോഡാണോ അവരെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡും കാഥോഡും ക്ലിയർ ആണോ? ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡ്, റിഡക്ഷൻ നടക്കുന്നത് കാഥോഡ്. അതാണ് ആനോഡും കാഥോഡും എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് കടക്കാം. ഉരുകിയ സോഡിയം ക്ലോറൈഡിലാണ് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്താൻ പോകുന്നത് അഥവാ മോൾട്ടൺ NaCl. NaClനെ ഉരുക്കുന്നു. NaClനെ ഉരുക്കി ലിക്വിഡ് ആക്കി മാറ്റുകയാണ്, ദ്രാവക രൂപത്തിലാക്കി മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ എന്ത് കടത്തിവിടുകയാണ്, കറണ്ടിനെ കടത്തിവിടുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ NaCl ആണ്. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, NaCl മാത്രമേ ഉള്ളൂ. NaClനകത്തോട്ട് കറണ്ട് കടത്തി വിട്ടാൽ NaCl വിജൃംഭിക്കും. അത് കാറ്റയോണും ആനയോണുകളുമായിട്ട് മാറും, അയണുകളായിട്ട് മാറും. നോക്കണേ, ഞാൻ എഴുതുന്നത് NaCl എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, NaCl എന്ന് പറയുന്നത് Na+കളായിട്ടും Cl- മാറും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ NaCl ഉണ്ടെങ്കിൽ കറണ്ട് കൊടുത്ത ഉടനെ തന്നെ Nയും Cലും വേർപിരിഞ്ഞു. കുറേ Na+കൾ ഉണ്ടാകും, കുറേ Cl- ഉണ്ടാകും. ഇപ്പോൾ കറണ്ട് ഓൺ ചെയ്ത ഉടനെ തന്നെ ഇതിനകത്ത് കാര ഉണ്ടാവുക കുറേ Na+കളും കുറേ Cl-കളും, കുറേ Na+കളും കുറേ Cl-കളും, കുറേ Na+കളും കുറേ Cl-കളും, ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, കുറേ Na+കളും കുറേ Cl-മാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഇത് എണ്ണയുടെ ചാർജ് എത്രയാണ്, പോസിറ്റീവ് ചാർജാണ്. Clന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ Na+കളും Cl- ഇങ്ങനെ ഉണ്ടായിരിക്കും, അല്ലേ. ബാറ്ററിയിൽ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി ഉപയോഗിച്ച് കറണ്ട് കൊടുക്കുമ്പോൾ ഈ റോഡ് മുഴുവനായി എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്. ഇത് മുഴുവനായിട്ട് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജുള്ള ആളുകളെല്ലാം കൂടെ എങ്ങോട്ട് പോകും, നെഗറ്റീവിലോട്ട് പോകും. ഈ നെഗറ്റീവ് ചാർജുള്ളവരെല്ലാവരും കൂടെ എങ്ങോട്ട് പോകും, പോസിറ്റീവിലോട്ട് പോകും. ഓക്കെ, ഇനി ഇവരെല്ലാവരും അവിടെ പോയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കുക, ആദ്യത്തെ കേസ് എടുക്കാം. Cl- നേരെ എങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരിക്കും, Cl- നേരെ വരുന്നത് പോസിറ്റീവിലോട്ടായിരിക്കും. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്ന ഇലക്ട്രോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുക എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് എന്ന് പറയുന്ന ഇലക്ട്രോഡിൽ ആരാണ് വരിക, നെഗറ്റീവ് ചാർജുള്ള Cl- ആണ് വരിക. Cl- അവിടെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ. Cl- എന്താണ് Cl-ന്റെ മീനിങ്, Cl അല്ല Cl-. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അവൻ്റെ കയ്യിലുണ്ട്, അല്ലേ. Cl- എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ആ എക്സ്ട്രാ ഇലക്ട്രോൺ ഉള്ള Cl- പോസിറ്റീവ് റോഡിൽ വന്നിട്ട് എന്താ ചെയ്യുക, അവൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, എഴുതുന്നത് Cl- എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് Cl ആവും.
Cl മൈനസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്തായിട്ട് മാറുന്നു? Cl ആയിട്ട് മാറുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് വേണം എഴുതാൻ. ഇതാണ് പോസിറ്റീവ് റോളിൽ സംഭവിക്കുന്നത്. നോക്കണേ, Cl മൈനസ് എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ കയ്യിൽ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അവൻ നേരെ പോസിറ്റീവ് റോളിലോട്ട് വന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്താണത്? ഓക്സിഡേഷൻ അല്ലേ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ നടക്കുന്നത് പോസിറ്റീവിലാണ്. പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ആനോഡായിരിക്കും. അതായത് ഓക്സിഡേഷൻ നടക്കുന്ന റോഡ് എന്തായിരിക്കും? ആനോഡായിരിക്കും. ഇവിടെ പോസിറ്റീവ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആനോഡാണ്. നിങ്ങളോട് ആനോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, പോസിറ്റീവ് റോഡിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇത് വേണമെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ Cl എന്ന് എഴുതുന്ന പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? Cl2 ഗ്യാസ് എന്ന് എഴുതും. Cl2 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ ആണെങ്കിൽ ഇവിടെ 2 ക്ലോറിൻ നമ്മൾ എടുക്കേണ്ടേ ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 2Cl മൈനസ് എന്ന് എടുക്കുന്നു. 2 Cl മൈനസുകൾ പോകുന്നു. 2 Cl മൈനസുകൾ പോയാൽ അവരെന്താ ചെയ്യുക? 2 ഇലക്ട്രോണിൽ വിട്ടുകൊടുക്കുക. ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് Cl2 എന്ന് എഴുതാൻ വേണ്ടി ഇവിടെ 2 Cl എടുക്കുന്നു, ഇവിടെ 2 ഇലക്ട്രോൺ എടുക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് പറഞ്ഞേ, പോസിറ്റീവ് റോഡ് നെഗറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഈ നെഗറ്റീവ് റോഡിൽ ആരാണ് പോകുന്നുണ്ടായിരിക്കുക? പോസിറ്റീവ് ചാർജുള്ള Na+ പോകും അല്ലേ? ഇവിടെ കുറേ Na+ ഉണ്ട്. ഈ Na+ എല്ലാം കൂടെ എങ്ങോട്ടേക്ക് പോകും? നെഗറ്റീവ് റോഡിലോട്ട് പോകും. Na+ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ കുറവാണ്. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവൻ Na+ ആയത് അല്ലേ? Na ആണെങ്കിൽ ഫുൾ ഇലക്ട്രോൺ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രോൺ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൻ Na+ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ കുറവാണ്. ആ ഒരു ഇലക്ട്രോൺ കുറവുള്ള ഇവൻ എന്ത് ചെയ്യും? നേരെ നെഗറ്റീവ് റോഡിലോട്ട് വന്നിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കും. അതായത് Na+ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കും. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ വേണം എഴുതാൻ. Na+ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ എന്തായിട്ട് മാറും? Na ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ. ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടക്കുന്ന റോഡിനെയാണ് നമ്മൾ എന്ന് പറയുക? കാഥോഡ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളോട് കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഏത് റിയാക്ഷനാണ് എഴുതേണ്ടത്? ഇലക്ട്രോണിനെ വാങ്ങുന്ന റിഡക്ഷൻ റിയാക്ഷനാണ് എഴുതേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ 3 കാര്യങ്ങൾ. NaCl എന്ത് സംഭവിച്ചു? അതിൽ Na+ഉം Cl- Na+കളൊക്കെ എങ്ങോട്ട് പോയി? നെഗറ്റീവ് റോഡിൽ. എന്നിട്ട് എന്ത് ചെയ്തു? Cl- കൂടെ എങ്ങോട്ട് പോയി? എന്നിട്ട് എന്ത് ചെയ്തു? അത് എഴുതി കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. നോക്കണേ, കാഥോഡിൽ മുഴുവനായി നമുക്ക് എന്ത് കിട്ടി? സോഡിയം കിട്ടി. ഇപ്പോൾ കാഥോഡിൻ്റെ തിക്നെസ് കുറേ നേരം കഴിഞ്ഞാൽ കൂടി വരും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഈ കെമിക്കൽ റിയാക്ഷനിൽ കാഥോഡിൻ്റെ തിക്നെസ് അഥവാ വണ്ണം കൂടി വരികയാണ്. കാരണം അവിടെയെല്ലാം സോഡിയം ഡെപ്പോസിറ്റ് ആവുന്നു. സോഡിയം മെറ്റൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ തിക്നെസ് കൂടി വരുന്നത്. ഈ റോഡിന് മുഴുവൻ ചുറ്റുമായിട്ട് ബബിൾസ് വരുന്നു. കാരണം എന്ത്? അവിടെയെല്ലാം ക്ലോറിനുകൾ വന്നതുകൊണ്ടാണ്. ക്ലോറിൻ ഗ്യാസ് ആണ്. ഈ ക്ലോറിൻ ഗ്യാസ് എല്ലാം ഇവിടെ വന്ന് നിറഞ്ഞുകൊണ്ടാണ് ഇതിന് ചുറ്റും എന്തുണ്ടാകുന്നത്? ബബിൾസ് ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആരെങ്ങോട്ട് പോകുന്നു? എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ നടന്നാൽ അത് ആനോഡ്, റിഡക്ഷൻ നടന്നാൽ അത് കാഥോഡ്. വെരി ക്ലിയർ ആണ്. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് NaCl സൊല്യൂഷൻ നോക്കാം. NaCl സൊല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉരുകിയ NaCl എന്ന് പറഞ്ഞാൽ അവിടെ Naയും Cl മാത്രമേ ഉള്ളൂ. NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം കൂടെ ചേർത്തിരിക്കുകയാണ്. NaCl മാത്രമല്ല H2O എന്ന് പറയുന്ന ആളും കൂടെയുണ്ട്. NaCl മാത്രമല്ല H2O കൂടിയുണ്ട്. അപ്പോൾ ഇത് കറണ്ട് കൊടുത്താൽ 2 പേർക്കും അത് ബാധകമാണ്. അപ്പോൾ 2 പേർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് NaClകൾക്ക് എന്തു മാറ്റം വരും? ആ NaClകളെല്ലാം കൂടെ ചേർന്ന് Na+ഉം Cl- ആവുന്നു. ഇതിനകത്ത് ഇനി H2O ഉണ്ടല്ലോ. ഈ H2O കൂടെ എന്ത് ചെയ്യും? കറണ്ട് കൊടുക്കുമ്പോൾ ഷോക്ക് അടിച്ച് വിശ്രമിക്കും. റെഡി? അപ്പോൾ H2O എന്താകുന്നുണ്ട്? അയണുകളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷേ H2O പ്രത്യേകത എന്താണെന്ന് അറിയാമോ? H2O എന്ന് പറഞ്ഞാൽ H2O അതിൽ ഇതും H2O ആണ്, ഇതും H2O ആണ്. ഇങ്ങനെയുള്ള H2O മോളിക്യൂളുകളിൽ 2 H2Oകളിൽ ഒരുത്തൻ മാത്രം എന്തായിട്ട് മാറുന്നു? അയണുകളായിട്ട് മാറുന്നു. ഒരുത്തൻ മാത്രം H+ഉം OH- ആയിട്ട് മാറും. റെഡി? നോക്കൂ, ഒരുത്തൻ മാത്രം എന്തായിട്ട് മാറുന്നു? H+, OH- ആയിട്ട് മാറും. 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. ഇത് ഒരു H2O ആണ്, ഇതും ഒരു H2O ആണ്. 2 H2O. അതിൽ ഒരു H2O മാത്രം എന്തായിട്ട് മാറുന്നു? H+ഉം OH- ആയിട്ട് മാറും. ഈ H+ തൊട്ടടുത്ത് കിടക്കുന്ന വാട്ടറിനോടൊപ്പം ചേരും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ H2O ഉണ്ട്, ഒരു H+ ഉണ്ട്. ടോട്ടലായിട്ട് H3O+ എന്ന് മാറും. റെഡി? 2 വാട്ടർ മോളിക്യൂളിലെ ഒരു വാട്ടർ മോളിക്യൂൾ മാത്രം H+ഉം OH- ആയിട്ട് മാറുള്ളൂ. അതങ്ങനെയാണ്. പ്യുവർ വാട്ടർ അങ്ങനെ മാറുള്ളൂ. അതിൽ ഒരു H+ എന്ത് ചെയ്യും? തൊട്ടടുത്ത് കിടക്കുന്ന H2O ചേരുന്നു. അങ്ങനെ എന്തായിട്ട് മാറി? H3O+ ആയി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക? H3O+ഉം OH- മാത്രം. ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. 2 H2Oകൾ
അയണുകളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഒരു H3O+ ആയിട്ടും പിന്നെ ഒരു OH- ആയിട്ടും പിന്നെ ഒരു OH- ആയിട്ടും. ക്ലിയർ ആണോ? രണ്ട് H2കൾ എങ്ങനെയാണ് മാറുന്നത്? ഒരാൾ മാറുന്നില്ല, മറ്റേയാൾ H+ഉം OH- ആയിട്ട് മാറും. ഈ H+ തൊട്ടടുത്ത് കിടക്കുന്ന H2 ചേരും, അങ്ങനെ അവൻ എന്തായിട്ട് മാറും? H3O+ ആയിട്ട് മാറും. ആ OH- അങ്ങനെ ഉണ്ടാവും. മൊത്തത്തിൽ H3O+ഉം OH- ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് ശ്രദ്ധിക്കണേ? ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഇതില്ലേ, ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ എങ്ങനെ നോക്കിക്കോ. രണ്ട് വാട്ടർ മോളിക്യൂള് ചേർന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ട് എന്താണ്? ഒരു H3O+ഉം ഒരു OH- ഉണ്ടാവുന്നത്. നേരത്തെ ഉള്ളത് നോക്കുക. നേരത്തുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 200 NaCl എടുത്താൽ 200 NaClകൾ 200 Na+ഉം 200 Cl- ആയിട്ട് മാറും. റെഡിയാണോ? ശരിയാണോ? ഇവിടെ എത്ര NaCl ഉണ്ടോ അത്രയും തന്നെ Na+ഉം Cl- ആയിട്ട് മാറും. ഇവിടെ 200 NaClകൾ ഉണ്ടെങ്കിൽ 200 Na+കളും 200 Cl- കിട്ടും. ടോട്ടലായിട്ട് 400 അയണുകൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതുപോലെ എടുക്കുകയാണെങ്കിലോ, ഇവിടെ 200 H2 എടുക്കുകയാണെങ്കിലോ അതിൽ 100 എണ്ണം മാത്രമേ സ്പ്ലിറ്റ് ആവുള്ളൂ. 200 H2കൾ ഉണ്ടെങ്കിൽ 100 H3O+ഉം 100 OH- ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഇവിടെ ഉണ്ടാവുന്ന അയണുകളുടെ എണ്ണം കുറവാണ്. അതിനാൽ തന്നെ ശുദ്ധജലം അഥവാ പ്യുവർ വാട്ടർ എന്ത് ചെയ്യില്ല? കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല, കറണ്ടിനെ കടത്തിവിടില്ല. ചോദ്യം ഇതാണ്, പ്യുവർ വാട്ടർ കണ്ടക്ട് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? ശുദ്ധജലം വൈദ്യുതിയെ പ്രവഹിക്കുന്നില്ല. കാരണം എന്താണ്? ഈ റിയാക്ഷനാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. കാരണം അതിലുണ്ടാകുന്ന അയണുകളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് അത് കണ്ടക്ട് ചെയ്യാത്തത്. റെഡി? അത് കുറച്ച് ആസിഡോ ബേസോ സാൾട്ടോ ചേർത്താൽ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും. റെഡി? അത് എക്സ്ട്രാ ക്വസ്റ്റൻ ആണ്. 2 മാർക്കിന് വരാവുന്ന ചോദ്യം മറ്റൊരു ചോദ്യമാണത്. അതും ഞാൻ ഇടയിൽ പറഞ്ഞു മാത്രം. ഇപ്പോൾ NaCl സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. ഈ NaCl സൊല്യൂഷനിൽ കറണ്ട് കടത്തി വിട്ടപ്പോൾ അതിനകത്ത് കുറേ Na+കൾ, കുറേ Cl-കൾ, കുറേ H3O+കൾ, കുറേ OH-കൾ, അതായത് കുറേ പോസിറ്റീവ് ചാർജും കുറേ നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്. തിരിച്ചു പറഞ്ഞു, കുറേ പോസിറ്റീവ് ചാർജുള്ള ആളുകളും കുറേ നെഗറ്റീവ് ചാർജുള്ള ആളുകളുമുണ്ട്. ഇവരെല്ലാവരും കൂടെ എങ്ങോട്ടാ പോവുക, എന്താ നടക്കുക എന്നാണ് നമുക്കറിയേണ്ടത്. തൊട്ട് മുന്നത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് റോഡിൽ ആര് പോകും, എന്ത് സംഭവിക്കും? പോസിറ്റീവ് റോഡിൽ പോകാൻ സാധ്യതയുള്ളത് Cl- പോവാം, അല്ലെങ്കിൽ OH- പോവാം. ഇവരെല്ലാവരും അവിടെ പോയിട്ട് എന്താ ചെയ്യുക? മൈനസ് ചാർജ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ ആണ്. OH- പോസിറ്റീവ് റോഡിൽ വന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ Cl- ഇവിടെ വന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. പൊളി. ട്വിസ്റ്റ്. OH- ഇവിടെ വന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ Cl- ഇവിടെ വന്ന് വേഗം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ഓക്സിഡേഷൻ നടത്തും. ഓക്കെ, അപ്പോൾ അവിടെയുള്ള Cl- എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Cl ആയിട്ട് മാറുന്നു, പ്ലസ് 1 ഇലക്ട്രോൺ. റെഡി? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് എഴുതണം. നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനും Cl2 എന്ന് എഴുതാനും Cl2 എന്ന് എഴുതാനും, അതായത് Cl2 ആയിട്ടാണ് ക്ലോറിനുകൾ ഉണ്ടാവുക, അതിനാലാണ് അങ്ങനെ എഴുതുന്നത്. Cl2 കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? 2 Cl- എടുക്കേണ്ടി വരും. 2 Cl- Cl2കളാകുന്നു. എങ്ങനെയാണ്? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ കേസ് ക്ലിയർ ആണോ? പോസിറ്റീവ് റോഡിൽ സംഭവിച്ചത് എന്ത്? അടിപൊളി പരിപാടി. പോസിറ്റീവ് റോഡിൽ സംഭവിച്ചത് എന്താണ്? ഒരു ഇലക്ട്രോണിനെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഓക്സിഡേഷനാണ് നടന്നത്. ഓക്സിഡേഷൻ നടന്നാൽ അതെന്തായിരിക്കും? അത് ആനോഡായിരിക്കും. അപ്പോൾ നിങ്ങളോട് ആനോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇത് വേണം എഴുതാൻ. റെഡി? ഇനി നെഗറ്റീവ് റോഡിലാണ് ഗംഭീര ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. വേറെ ലെവൽ സാധനമാണ്. നെഗറ്റീവ് റോഡിൽ ആരാണ് പോവുക? ഇത് ഞാൻ പറയും സാർ. ആരാണ് പോവുക? നെഗറ്റീവ് റോഡിൽ പോകാൻ സാധ്യതയുള്ളത് H3O+ പോവാം നെഗറ്റീവ് റോഡിൽ, Na+ പോവാം നെഗറ്റീവ് റോഡിൽ. ഇവരെല്ലാവരും അവിടെ പോയിട്ട് എന്താ സംഭവിക്കുന്നത്? എന്താണ് അവർക്ക് നടക്കുക? ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഇലക്ട്രോണിൻ്റെ കുറവാണ്, ഒരു ഇലക്ട്രോൺ കുറവാണ്. ഒരു ഇലക്ട്രോൺ കുറവുള്ളവൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്നത്. H3O+ നെഗറ്റീവ് റോഡിൽ പോയി ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് റിഡക്ഷൻ നടത്തുന്നതിനേക്കാൾ വേഗത്തിൽ Na+ അവിടെ പോയി ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് റിഡക്ഷൻ നടത്തുന്നതിനേക്കാൾ വേഗത്തിൽ അവിടെ വേർപിരിയാതെ കിടക്കുന്ന കുറേ പച്ചവെള്ളമുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ നേരെ നെഗറ്റീവ് റോഡിലോട്ട് പോയിട്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ച് റിഡക്ഷൻ നടത്തും. ഗംഭീര ട്വിസ്റ്റാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇടയിലൂടെ കയറി പോവുക. എങ്ങനെ? H3O+ ഇവിടെ വന്നിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ, Na+ ഇവിടെ വന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ അവിടെ കിടക്കുന്ന ഫ്രീ ആയിട്ടുള്ള H2Oകളില്ലേ, ആ H2O ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിക്കും. അവിടെ നോക്കിക്കേ, 2 H2O മോളിക്യൂളുകൾ നെഗറ്റീവ് റോഡിലോട്ട് വരുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. 2 H2O മോളിക്യൂള് 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് ഹൈഡ്രജനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കളയുകയാണ്. ഹൈഡ്രജനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കളയുന്നു. ഹൈഡ്രജനെ കളഞ്ഞിട്ട് പ്ലസ് 2 OH-
2 OH- റെഡി. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ട്വിസ്റ്റാണ് പലർക്കും കിട്ടാതെ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. H3O+ അവിടെ പോയി ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് റിഡക്ഷൻ നടത്തുന്നതിനേക്കാൾ വേഗത്തിൽ Na+ അവിടെ പോയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് റിഡക്ഷൻ നടത്തുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ഹീറോ എഡിലൂടെ പോയിട്ട് ആര് H2O 2 H2O മോളിക്കൂൾ നേരെ സൈഡിലൂടെ പോയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് എന്ത് ചെയ്യുകയാണ്? റിഡക്ഷൻ നടത്തുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഹൈഡ്രജനും OH- വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് 2 ഇലക്ട്രോഡുകളിലും എന്താണ് ഉണ്ടാവുക? ബബിൾസ് ആണ് ഉണ്ടാവുക. 2 ഇലക്ട്രോഡുകളിലും ആരാണ് ഉണ്ടാവുക? ബബിൾസ് ആണ് ഉണ്ടാവുക. നെഗറ്റീവ് റോഡിൽ ഉണ്ടായിട്ടില്ല അഥവാ കാഥോഡിൽ അല്ലേ, നെഗറ്റീവ് റോഡ് അഥവാ കാഥോഡിൽ ഉണ്ടായിട്ടുള്ള ഗ്യാസ് ഏതായിരിക്കും അല്ലെങ്കിൽ ബബിൾ ഏതായിരിക്കും? അത് ഹൈഡ്രജൻ ആണ്. പോസിറ്റീവ് റോഡിൽ ഉണ്ടായിട്ടുള്ള ബബിൾസ് ഏതാണ്? അത് ക്ലോറിൻ ആണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. റെഡിയാണോ? ഇതിൻ്റെ ഫലമായിട്ട് കുറേ NaOHകളും ഒക്കെ ഉണ്ടാവും. അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല, അതിലോട്ട് വേണ്ടി വരില്ലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ റിയാക്ഷൻ എഴുതാനല്ലേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആക്കാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ വളരെ ഈസിയാക്കി ഞാൻ നിങ്ങളോട്ട് എത്തിക്കാം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ താഴത്ത് കമൻറ്റ് ബോക്സിൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളിടുന്ന മുഴുവൻ കമൻറ്റുകളും ഞാനിരുന്ന് വായിക്കാറുണ്ട്, എല്ലാവർക്കും ലൈക്ക് ചെയ്യാറുണ്ട്. എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം അവർക്ക് ഹാർട്ടും മറ്റു കാര്യങ്ങൾ റിപ്ലൈ ആയിട്ട് കൊടുക്കാറുമുണ്ട്. ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാക്സിമം ആളോട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സീരീസ് ഗംഭീരമായി കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അടുത്ത വീഡിയോയിൽ ഏത് ടോപ്പിക്ക് വേണമെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന ഏറ്റവും കൂടുതൽ ടോപ്പിക് ഏതാണോ അതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ ശരിയാ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിടിലൻ ടോപ്പിക്ക് വരികയാണ്. താങ്ക് യു.